ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് RDNA ടെക്നോളജിയുടെ സ്റ്റെപ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു പോകും, കാരണം ഇതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ RDNA ടെക്നോളജിയുടെ സ്റ്റെപ്സ് പുതിയതായിട്ട് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ പഠിച്ചതൊക്കെ വെച്ച് നിങ്ങൾക്ക് ചിന്തിച്ച് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഐസൊലേഷൻ ഓഫ് DNA. ഇപ്പം നമുക്ക് വേണ്ട ഒരു പ്രോഡക്റ്റ്, പ്രോട്ടീനോ ഹോർമോണോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെ കോഡ് ചെയ്യുന്ന ജീൻ അതിരിക്കുന്നത് DNA-യിലാണല്ലേ. ആ DNA എവിടെയാണ് ഇരിക്കുന്നത്? അതൊരു സെല്ലിനകത്താണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ സെല്ലിനകത്തുനിന്ന് ഞാൻ എന്ത് ചെയ്യണം? ആ DNA-നെ ഐസൊലേറ്റ് ചെയ്തെടുക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? എനിക്ക് ആ DNA-യുടെ എൻറ്റയർ പോർഷനും വേണ്ട, മൊത്തം ജീൻസ് എനിക്ക് വേണ്ട. അതിൽ ആ ഒരു പ്രോട്ടീനോ ഹോർമോണിനോ കോഡ് ചെയ്യുന്ന ജീനെ മാത്രം മതി. സോ അതിന് ഞാൻ എന്ത് ചെയ്യും? ഈ DNA-നെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്യും അല്ലേ. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. എന്താണ്? ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇനി റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് DNA ഫ്രാഗ്മെന്റഡ് ആയി കഴിഞ്ഞാൽ ആ ഫ്രാഗ്മെന്റ്സിനെ എനിക്കിനി സെപ്പറേറ്റ് ചെയ്തെടുക്കണം അല്ലേ. അതിൽ നിന്ന് എനിക്ക് എൻ്റെ സെഗ്മെന്റ് മാത്രം എടുക്കണം അല്ലേ. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ജെൽ ഇലക്ട്രോഫോറസിസ് അല്ലേ, സെപ്പറേഷൻ ഓഫ് ദ DNA ഫ്രാഗ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. സോ ഐസൊലേഷൻ ഓഫ് ദ ഡിസൈഡ് DNA ഫ്രാഗ്മെന്റ്, ദാറ്റ് ഈസ് എ തേർഡ് സ്റ്റെപ്പ്. ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ്, എൻ്റെ കയ്യിൽ ആ ഡിസൈഡ് ഫ്രാഗ്മെന്റ്, ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ എന്ത് ചെയ്യും? ഒരു വെക്ടറിലോട്ട് ലിഗേറ്റ് ചെയ്യും, ഒരു വെക്ടറിലേക്ക് കൊണ്ട് ഒട്ടിക്കും, ഇൻസേർട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ ഫോർത്ത് സ്റ്റെപ്പ്, ലിഗേഷൻ ഓഫ് ദ DNA ഫ്രാഗ്മെന്റ് ഇൻ ടു എ വെക്ടർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഞാൻ DNA-നെ വെക്ടറിലോട്ട് കൊണ്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട്? റീകോംബിനന്റ് DNA ഉണ്ട്. ആ റീകോംബിനന്റ് DNA-നെ ഇനി എന്ത് ചെയ്യണം? ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദാറ്റ് ഈസ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ്. സിക്സ്ത് സ്റ്റെപ്പ് എന്താണ്? ഇനി ഹോസ്റ്റ് സെല്ലിൽ ഞാൻ ഇട്ട് കൊടുത്ത ജീൻ്റെ എക്സ്പ്രഷൻ നടക്കണം. എന്നിട്ട് എനിക്ക് ഹോസ്റ്റ് സെല്ലിൽ നിന്ന് പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോട്ടീനോ ഹോർമോണോ എന്തായാലും അതെനിക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. സോ ഈ ഹോസ്റ്റ് സെൽസിൻ്റെ ലാർജ് കൾച്ചറാണ് ഈ ഉദ്ദേശിക്കുക കേട്ടോ. സോ കൾച്ചറിങ് ദ ഹോസ്റ്റ് സെൽസിൻ്റെ മീഡിയം, ഒരു ന്യൂട്രിയൻ്റ് മീഡിയം ഒക്കെ കൊടുത്തിട്ട് അതിനെ ലാർജ് സ്കെയിൽ കൾച്ചർ ചെയ്യുന്നു. ആൻഡ് ദെൻ എക്സ്ട്രാക്ടിങ് ദ പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് ദ സിക്സ്ത് സ്റ്റെപ്പ്. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ പറയാം, ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. അത് നമ്മൾ at the end ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഓഫ് RDNA ടെക്നോളജി. Now let us see the first step of recombinant DNA technology, isolation of the genetic material. നമുക്കറിയാം ഓർഗാനിസംസിലെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത് DNA ആകാം അല്ലെങ്കിൽ RNA ആകാം. ബട്ട് ഇൻ മെജോറിറ്റി ഓഫ് ഓർഗാനിസംസ് DNA ആക്ട് ആസ് ജനറ്റിക് മെറ്റീരിയൽ അല്ലേ. അപ്പോൾ DNA-നെ ഐസൊലേറ്റ് ചെയ്തെടുക്കണം സെല്ലിനകത്ത് നിന്ന്. ഇനി അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് DNA ഇങ്ങനെ എടുക്കാൻ പറ്റും ഒരു സെല്ലിനകത്തുനിന്ന്. DNA നീ ഇങ്ങോട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഫസ്റ്റ് വി ഹാവ് ടു ബ്രേക്ക് അപ്പ് ദ സെൽ അല്ലേ. സെല്ലിനെ ബ്രേക്ക് ചെയ്യണം. ഇപ്പോൾ സെല്ലിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ സെല്ലിനൊരു ബൗണ്ടറി ഉണ്ടല്ലേ. ഇപ്പോൾ ആനിമൽ സെൽസ് ഒക്കെ ആണെങ്കിൽ സെല്ലിനൊരു ബൗണ്ടറി ഉണ്ട്. എന്താണ്? സെൽ മെംബ്രെയിൻ. അത് നമ്മൾ പൊട്ടിക്കണം. അത് പൊട്ടിച്ച് സൈറ്റോപ്ലാസം കടന്ന് ചെല്ലുമ്പോഴത്തേക്കും ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ആ ബൗണ്ടറി നമ്മൾ പൊട്ടിക്കണം. എന്നിട്ട് വേണം DNA എടുക്കാൻ. അപ്പോൾ സെല്ലിനെ നമ്മൾ ഡൈജസ്റ്റ് ചെയ്യണം അല്ലേ. ഫസ്റ്റ് ബ്രേക്കപ്പ് ചെയ്യണം മീൻസ് ഡൈജസ്റ്റ് ചെയ്യണം. എന്നിട്ടാണ് DNA-നെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ DNA-നെ ഇങ്ങനെ എടുക്കുന്ന കൂട്ടത്തിൽ DNA മാത്രമായിട്ട് ഇങ്ങ് പോരുമോ? ഇല്ല. DNA-യുടെ കൂട്ടത്തിൽ ആ സെല്ലിനകത്തുള്ള ചില നമുക്ക് വേണ്ടാത്ത മൈക്രോ മോളിക്യൂൾസ് ഉണ്ടാകും. ലൈക്ക് നിങ്ങൾ DNA പാക്കേജിംഗ് ഒക്കെ പഠിച്ചതാണ് അല്ലേ. DNA ഇങ്ങനെ ചുറ്റി പോകുമ്പം ഹിസ്റ്റോൺ പ്രോട്ടീൻസിനെ റാപ്പ് ചെയ്തിട്ടാണ് കടന്നു പോകാമെന്ന് പഠിച്ചു. എന്നിട്ടാണ് ന്യൂക്ലിയോസോംസ് ഫോം ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ടാകും നമ്മൾ DNA എടുക്കുമ്പോൾ കൂട്ടത്തിൽ. ഹിസ്റ്റോൺ പ്രോട്ടീൻസ് അല്ലെങ്കിൽ സൈറ്റോപ്ലാസിലുള്ള മറ്റു പ്രോട്ടീൻസ് ഉണ്ടാകാം, പോളിസാക്കറൈഡ്സ് ഉണ്ടാകാം, ലിപ്പിഡ്സ് ഉണ്ടാകാം, അതുപോലെ RNA ഉണ്ടാകാം. DNA-യുടെ ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് RNA ഫോം ചെയ്യില്ല. അപ്പോൾ RNA ഉണ്ടാകും. അങ്ങനെ നമുക്ക് വേണ്ടാത്ത ചില മാക്രോ മോളിക്യൂൾസും DNA-യുടെ കൂട്ടത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് വേണ്ട അല്ലേ. അതൊക്കെ കളഞ്ഞിട്ട് പ്യുവർ DNA-നെ വേണം നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മറ്റു മോളിക്യൂൾസിൽ നിന്നും മറ്റു മാക്രോ മോളിക്യൂൾസിൽ നിന്നും ഫ്രീ ആയിട്ട് നമുക്ക് DNA-നെ എടുക്കണം. ഓക്കെ, ഇനി സെൽസിനെ ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ, സെൽസിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പല രീതിയിൽ ബ്രേക്ക് ചെയ്യാം. ലൈക്ക് ഫിസിക്കൽ മെത്തേഡ് വഴി. ഫിസിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഗ്രൈൻഡിങ് ഓർ ടിഷ്യൂ ഹോമോജനൈസേഷൻ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ ഇനി കേൾക്കും. അപ്പോൾ അങ്ങനെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സെൽസിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് വഴി നമുക്ക് ഈ ഡൈജഷൻ നടത്താനായിട്ട് പറ്റും. ഇപ്പോൾ ആനിമൽ സെൽസ് ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഗ്രൈൻഡിങ് മെത്തേഡ് അല്ലെങ്കിൽ ടിഷ്യൂ ഹോമോജനൈസേഷൻ വഴി ഈ ഡൈജഷൻ നടത്താനായിട്ട് പറ്റും. ഇനി ചില സെൽസിന് അഡീഷണൽ വോൾ ഉണ്ട്. അഡീഷണൽ വോളുള്ള സെൽസ് ഉണ്ട്. ലൈക്ക് സെൽ വോളുള്ള സെൽസ് ഉണ്ട് അല്ലേ. പ്ലാന്റ് സെൽസ്, ബാക്ടീരിയൽ സെൽസ്, ഫംഗൽ സെൽസ്, ഇവർക്ക് സെൽ വോൾ ഉണ്ട് അല്ലേ.
അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിലുള്ള എൻസൈംസ് ഉപയോഗിക്കാമെന്ന് NCERT കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ആ സെല്ല് ഡൈജസ്റ്റ് ആകുന്ന ഒരു ഡയഗ്രാം പല ഘട്ടങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ സെല്ല്, അതിനകത്തെ ന്യൂക്ലിയസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയസിനകത്താണ് DNA ഉള്ളത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. തേർഡ് സ്റ്റേജിൽ അത് ബ്രേക്ക് ആവുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഫോർത്ത് സ്റ്റേജ് ആൻഡ് ഫൈനലി ഫുള്ളി അത് ഡൈജസ്റ്റഡ് ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ സെൽ വോളുള്ള സെൽസ് ലൈക്ക് ബാക്ടീരിയൽ സെൽസ്, പ്ലാന്റ് സെൽസ്, ഫംഗൽ സെൽസ്, അപ്പോൾ ഇത് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് എൻസൈംസ് വെച്ച് ട്രീറ്റ് ചെയ്യണം. ബാക്ടീരിയൽ സെൽസിനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടതെങ്കിൽ we can treat the bacterial cells with lysozyme because bacterial cell wall is made up of peptidoglycan. അതിനൊരു peptidoglycan ലെയർ ഉണ്ട് അല്ലേ. ഈ peptidoglycanനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് ലൈസോസൈം. ഓക്കെ, ഇനി പ്ലാന്റ് സെൽസിനെയാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ we can treat the plant cells with cellulase because you know that plant cell wall is made up of cellulose. അപ്പോൾ cellulose digesting enzyme ആണ് cellulase. ഇനി ഫംഗൽ സെൽസിനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടതെങ്കിൽ അവരെ നമുക്ക് കൈറ്റിനേസ് എന്ന് പറയുന്ന എൻസൈമായിട്ട് ട്രീറ്റ് ചെയ്യാം ബിക്കോസ് യു നോ ദാറ്റ് ഫംഗൽ സെൽ വോൾ ഈസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ. കൈറ്റിനെ ബ്രേക്ക് ചെയ്യുന്ന എൻസൈമാണ് കൈറ്റിനേസ്. അപ്പോൾ ഞാൻ പറഞ്ഞു DNA നമ്മൾ എടുക്കുന്ന കൂട്ടത്തിൽ DNAയുടെ കൂടെ അൺവാണ്ടഡ് ആയിട്ടുള്ള മാക്രോമോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ. അത് നമുക്ക് വേണ്ട, നമുക്ക് DNA മാത്രം മതിയല്ലോ. ഇപ്പം നമുക്ക് RNA കളയേണ്ടതെങ്കിൽ ഈ സെൽസിനെ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യണം? റൈബോന്യൂക്ലിയസുമായിട്ട് ട്രീറ്റ് ചെയ്യണം. RNA ക്യാൻ ബി റിമൂവ്ഡ് ബൈ ട്രീറ്റ്മെന്റ് വിത്ത് റൈബോന്യൂക്ലിയസ്. ഇനി അതല്ല, പ്രോട്ടീൻസ് ആണ് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ പ്രോട്ടീസുമായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് മോളിക്യൂളാണോ നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ടത് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എൻസൈം ഉപയോഗിക്കുക, എൻസൈം ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുക. സോ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ അൺവാണ്ടഡ് മോളിക്യൂൾസിനെയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള എൻസൈംസ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ഇനി ആഡ് ചെയ്യേണ്ടത്? ചിൽഡ് എത്തനോൾ. ചിൽഡ് എത്തനോൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്യൂരിഫൈഡ് DNA കിട്ടും. പ്യൂരിഫൈഡ് DNA വിൽ ബി precipitated out. This can be seen as a collection of fine threads in the suspension. നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബിൽ ഫൈൻ ത്രെഡ്സ് ആയിട്ട് നമുക്ക് DNA കാണാനായിട്ട് പറ്റും. നിങ്ങൾ ലാബിലൊക്കെ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ടീച്ചേഴ്സ് ചെയ്ത് കാണിക്കേണ്ടതാണ്, ചെയ്തോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ DNA എക്സ്ട്രാക്ഷൻ ഫ്രം ഒനിയൻ അല്ലെങ്കിൽ DNA എക്സ്ട്രാക്ഷൻ ഫ്രം ബനാന, എന്തിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് DNA എക്സ്ട്രാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫൈൻ ത്രെഡ്സ് ആയിട്ട് നമുക്ക് DNA കാണാനായിട്ട് പറ്റുമേ. ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോലെ നമുക്ക് കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ DNA എക്സ്ട്രാക്ഷൻ്റെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പറയാത്ത കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോയാൽ മതിയേ. നമ്മുടെ കയ്യിൽ സോഴ്സ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്, അല്ലെങ്കിൽ ടിഷ്യൂ ഉണ്ട്. ആദ്യം നമുക്ക് DNA ഐസൊലേറ്റ് ചെയ്തെടുക്കണം. സോ ഫസ്റ്റ് വി ഹാവ് ടു ബ്രേക്ക് ദ സെൽ അല്ലേ. സെല്ലിനെ ബ്രേക്ക് ചെയ്യണം. സെൽ ലൈസിസ് അത് ഫിസിക്കൽ മെത്തേഡ് വഴി നടക്കാമെന്ന് പറഞ്ഞു, അതുപോലെ കെമിക്കൽ മെത്തേഡ് വഴി നടക്കാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ കെമിക്കൽ മെത്തേഡിൽ ഒരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അഡീഷൻ ഓഫ് ഡിറ്റർജൻറ്റ്. നമ്മൾ ഡിറ്റർജൻറ്റ് ആഡ് ചെയ്യുവേ ലബോറട്ടറിയിലൊക്കെ ചെയ്യുമ്പോൾ, നിങ്ങളുടെ ലാബിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിറ്റർജൻറ്റ് ആഡ് ചെയ്യും. ഡിറ്റർജൻറ്റ് ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിറ്റർജൻറ്റ് ഈ സെൽ മെംബ്രെയിനിലുള്ള ലിപ്പിഡ്സിനെയും പ്രോട്ടീൻസിനെയൊക്കെ പുള്ളി ചെയ്ത് കളയും, മാറ്റിക്കളയും. മീൻസ് സെൽ മെംബ്രെയിനെ ബ്രേക്ക് ചെയ്യും. സെൽ മെംബ്രെയിനിലുള്ള ലിപ്പിഡ്സിനെ ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും അല്ലേ. ഓക്കെ, എന്നിട്ട് ഓരോ സ്റ്റെപ്പിലും നമ്മൾ വാഷിങ് നടത്തുന്നുണ്ട്. വാഷ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പും കഴിയുമ്പോൾ ഓരോ കാര്യവും ആഡ് ചെയ്ത് കഴിയുമ്പോൾ വാഷിങ് നടക്കുന്നുണ്ട്. നമ്മൾ വാഷ് ചെയ്ത് കളയണേ. ദെൻ ഇതാ ഇവിടെ നോക്കൂ, ഡിറ്റർജൻറ്റ് ആഡ് ചെയ്തു. സോ റിമൂവൽ ഓഫ് മെംബ്രെയിൻ ലിപ്പിഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ലിപ്പിഡ്സ് ഒക്കെ മാറി കിട്ടി, മീൻസ് സെൽ മെംബ്രെയിൻ ബ്രേക്ക് ആയി കിട്ടി. ദെൻ വാട്ട് സ്റ്റെപ്സ്? അടുത്തത് പ്രോട്ടിയേസ് ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മൾ പ്രോട്ടിയേസ് ആഡ് ചെയ്ത്. പ്രോട്ടിയേസ് ആഡ് ചെയ്യുന്നത് എന്തിനാണ്? പ്രോട്ടീൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ ആൻഡ് റിമൂവൽ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാട്ട് സ്റ്റെപ്പ്? ദെൻ റിമൂവൽ ഓഫ് അതർ സെല്ലുലാർ കണ്ടാമിനൻസ്. നമുക്ക് വേണ്ടാത്ത മറ്റു മോളിക്യൂൾസിനെയൊക്കെ റിമൂവ് ചെയ്യുക. അപ്പോൾ അതിൽ RNase ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. മീൻസ് RNAനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ RNase ആഡ് ചെയ്തു. സോ RNA റിമൂവ് ആയി കിട്ടി. ആൻഡ് ഫൈനലി വിൽ ഗെറ്റ് പ്യൂരിഫൈഡ് DNA. അപ്പോൾ ഈ പ്യൂരിഫൈ ചെയ്ത DNAനെ നമുക്കിനി ആ ട്യൂബിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം, നമുക്ക് എടുക്കണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സ്പൂളിംഗ്. DNA സ്പൂളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് റോഡ് നമ്മൾ ഈ ട്യൂബിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ DNA ഇതിലേക്ക് സ്വേൾ ചെയ്ത് കയറും ചുറ്റും. അപ്പോൾ നമുക്കതിനെ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. എപ്പോഴാ? ചിൽഡ് എത്തനോൾ ആഡ് ചെയ്യുമ്പോൾ. എന്തുകൊണ്ടാണ് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ചാർജ് DNA മോളിക്യൂൾസ് മൂവ് അവേ ഫ്രം ദ എത്തനോൾ. അത് എത്തനോളിൽ നിന്നും അവേ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലേ. will move away from the ethanol and can be scooped up and swirled around a glass rod. ഒരു ഗ്ലാസ് റോഡ് ഇട്ട് കൊടുത്താൽ അതിന് ചുറ്റും നമുക്കിങ്ങനെ ചുറ്റിയെടുക്കാനായിട്ട് പറ്റും ഈ DNA-നെ. ഓർ വുഡൻ സ്പൂളിംഗ് സ്റ്റിക്ക്.
ദിസ് ഈസ് കോൾഡ് DNA സ്പൂളിംഗ്. അപ്പോൾ നമുക്ക് DNA കിട്ടി, പ്യൂരിഫൈഡ് DNA കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ അതിനെ ഫ്രാഗ്മെന്റഡ് ആക്കണം. ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. എന്തിനാണ് നമ്മൾ അതിനെ ഫ്രാഗ്മെന്റഡ് ആക്കുന്നത്? ടു ഗെറ്റ് ദ ഡിസൈഡ് ഫ്രാഗ്മെന്റ്. നമുക്ക് വേണ്ട ഒരു ജീൻ ഉണ്ടല്ലോ, അത് മാത്രം നമുക്ക് മതി. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DNA കട്ട് ചെയ്യുന്നത്. സോ അടുത്ത സ്റ്റെപ്പ് ഈ കട്ടിംഗ് ആണ്. കട്ടിംഗ് ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് DNA എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിന്റെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നും ഇനിയില്ല. അപ്പോൾ പ്യൂരിഫൈ ചെയ്തെടുത്ത DNA നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസുമായിട്ട് ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് അതിന്റെ പണി ചെയ്തോളും. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിനെ ആക്ട് ചെയ്യാനുള്ള ഒപ്റ്റിമം കണ്ടീഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ. Restriction enzyme digestions are performed by incubating the purified DNA molecules with the restriction enzyme at optimal conditions for that specific enzyme. ആ എൻസൈമിന് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒപ്റ്റിമം കണ്ടീഷൻസ് ഒക്കെ കൊടുത്ത് ഈ എൻസൈമും പ്യൂരിഫൈഡ് DNAയും കൂടെ ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ they will do their function. ഓക്കെ, ഇതാ ഈ പിക്ചറിലേക്ക് നോക്കൂ. ഈ ചെറിയ ട്യൂബിൽ എന്താണ് എടുത്തിട്ടുള്ളത്? പ്യൂരിഫൈഡ് DNA. അതിലേക്ക് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം ആഡ് ചെയ്തു, ദെൻ ഇൻക്യുബേറ്റ് ചെയ്തു. ഇൻക്യുബേഷൻ അറ്റ് 37 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 to 60 minutes. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈം അതിന് പണി ചെയ്തോളും. ദാറ്റ് മീൻസ് അത് DNA കട്ട് ചെയ്ത് ഫ്രാഗ്മെന്റഡ് ആക്കും. എന്നിട്ട് ഈ ഫ്രാഗ്മെന്റ്സിനെ നമുക്കിനി സെപ്പറേറ്റ് എടുക്കണം അല്ലേ? സെപ്പറേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ജെൽ ഇലക്ട്രോഫോറസിസ്, അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ഈസ് എംപ്ലോയ്ഡ് ടു ചെക്ക് ദ പ്രോഗ്രഷൻ ഓഫ് എ റെസ്ട്രിക്ഷൻ എൻസൈം ഡൈജഷൻ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ ജെൽ ഇലക്ട്രോഫോറസിസ് നടത്തുമ്പോൾ എന്താ പറ്റുക? നെഗറ്റീവ്ലി ചാർജ് DNA മോളിക്യൂൾസ് ആനോഡ് റീജിയനിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലേ? നെഗറ്റീവ്ലി ചാർജ് DNA മോളിക്യൂൾസ് മൈഗ്രേറ്റ് ടുവേർഡ്സ് ദ പോസിറ്റീവ് റീജിയൻ, positive electrode, that means anode region of the electrophoresis machine. And the process is repeated with the vector DNA also. Vector DNA ലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. vector DNA നെ നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 2-3 സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഐസൊലേഷൻ ഓഫ് ദ ഡിസൈഡ് DNA ഫ്രാഗ്മെന്റ്. അതാണ് നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസിൽ പറഞ്ഞത്. അപ്പോൾ 2-3 സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നാലാമത്തെ എന്താണ്? ലിഗേഷൻ ഓഫ് ദ DNA ഫ്രാഗ്മെന്റ് ഇൻറ്റു എ വെക്ടർ. ഈ DNA ഫ്രാഗ്മെന്റിനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഒരു വെക്ടറിലോട്ട് കൊണ്ട് ഒട്ടിക്കണം, വെക്ടറിൽ ഇൻസേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ദ fourth step. So after having cut the source DNA as well as the vector DNA with a specific restriction enzyme. സോഴ്സ് DNA എന്ന് പറയുന്നത് ഫോറിൻ DNA ആണ്. ഫോറിൻ DNA നെ വെക്ടർ DNA നെ നമ്മൾ സെയിം റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചതല്ലേ? ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ഔട്ട് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം ദ സോഴ്സ് DNA. സോഴ്സ് DNA യിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത ജീൻ ഓഫ് ഇൻട്രസ്റ്റും ആൻഡ് കട്ട് ചെയ്ത വെക്ടറും കൂടെ മിക്സ് ചെയ്യണം. സോ ജീൻ ഓഫ് ഇൻട്രസ്റ്റും വെക്ടറും കൂടെ മിക്സ് ചെയ്യണം. എന്നിട്ട് ആ മിക്സറിലേക്ക് നമ്മൾ എന്തിനെ ആഡ് ചെയ്യുന്നു? DNA ലൈഗേസിനെ ആഡ് ചെയ്യുന്നു. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതാ ഈ മിക്സ്ചർ, ഇതിലേക്ക് നമ്മൾ DNA ലൈഗേസിനെ ആഡ് ചെയ്യുന്നു. ഇതിൽ എന്തുണ്ട്? DNA ഫ്രാഗ്മെന്റ്, ഡിസൈഡ് DNA ഫ്രാഗ്മെന്റ് ഉണ്ട്. മീൻസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ജീനുണ്ട്, ആ കൂട്ടത്തിൽ കട്ട് ചെയ്ത വെക്ടറും ഉണ്ട്. അതിലേക്ക് DNA ലൈഗേസിനെ ആഡ് ചെയ്താൽ എന്ത് പറ്റും? ലൈഗേസ് 2 DNAകളെ തമ്മിൽ ഒട്ടിച്ചോളും. That means foreign DNA vector DNA ലോട്ട് ഇൻസേർട്ടഡ് ആയിക്കോളും. This results in the preparation of a recombinant DNA. അപ്പോൾ നമുക്ക് recombinant DNA നെ കിട്ടും. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ NCERT ഇതിനിടയ്ക്ക് ഒരു കാര്യം തിരികെ കേട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് PCR or polymerase chain reaction. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ജീൻ ക്ലോണിംഗ് 2 തരത്തിൽ നടത്താം. ഒന്ന് സെൽ ബേസ്ഡ് ജീൻ ക്ലോണിംഗ്, രണ്ടാമത്തത് സെൽ ഫ്രീ ജീൻ ക്ലോണിംഗ്. അതാണ് PCR അല്ലേ? ഒരു സെല്ല് ഉപയോഗിച്ച് നമ്മുടെ ജീനെ നമുക്ക് ക്ലോൺ ചെയ്തെടുക്കാം. നമ്മൾ ഈ ബയോടെക്നോളജിയിൽ ഇത്രയും നേരം വരെ പറഞ്ഞത് സെൽ ബേസ്ഡ് ജീൻ ക്ലോണിംഗ് ആണ്, ഓർ മോളിക്കുലാർ ക്ലോണിംഗ് അല്ലേ? സെൽ ഫ്രീ ക്ലോണിംഗ് ഓർ PCR എന്ന് പറഞ്ഞാൽ സെൽ ഉപയോഗിക്കാതെ നമുക്ക് വേണ്ട ആ ഒരു ജീൻ അല്ലെങ്കിൽ ആ സെഗ്മെന്റ്, DNA സെഗ്മെന്റ് ഒന്ന് ആംപ്ലിഫൈ ചെയ്തെടുക്കുന്നു അണ്ടർ ലബോറട്ടറി കണ്ടീഷൻ. അതാണ് PCR പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. ഇനി ഇവിടെ ഇതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നോർമലി വരാവുന്ന ഒരു ഡൗട്ടാണ്. നമ്മൾ ജീൻ ക്ലോണിങ്ങിനെ നടത്തുമല്ലോ ഹോസ്റ്റ് സെല്ലിൽ, പിന്നെ എന്തിനാണ് ഇവിടെ PCR കൊണ്ടു വെച്ചേക്കുന്നത്? PCR ഉപയോഗിച്ച് നമ്മൾ എന്തിനാണ് ഇനി ജീനിന്റെ ക്ലോണിങ് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ എടുക്കുന്ന ജീൻ സെഗ്മെന്റ്, ആ ഒരു ഫ്രാഗ്മെന്റ്, അതിൻ്റെ ആവശ്യത്തിന് കോപ്പീസ് നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് വിചാരിക്കുക. നമ്മളിനി ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കോപ്പീസ് ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ജീനെ, ഡിസൈഡ് ജീനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതിന്റെ ഫർദർ ക്ലോണിങ് ഒരു ഹോസ്റ്റ് സെല്ലിൽ നടത്താം. നമ്മൾ ശരിക്കും ഹോസ്റ്റ് സെല്ലിൽ ജീൻ ക്ലോണിങ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
ഹോസ്റ്റ് സെല്ലിലോട്ട് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ കൊണ്ടിട്ട് കൊടുത്താൽ മാത്രമേ അതിനകത്ത് ആ ജീനെ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. ആ ജീൻ എക്സ്പ്രസ് ചെയ്താലേ നമുക്ക് വേണ്ട പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്റ്റ് സെല്ലിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ PCR വഴി നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമുക്കൊന്ന് ആംപ്ലിഫൈ ചെയ്തെടുക്കാം, വേണ്ടത്ര കോപ്പീസ് നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ. ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതല്ല, PCR കൊണ്ട് ജനറലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽ ഫ്രീ ജീൻ ക്ലോണിംഗ് ആണ്. ജീൻ ക്ലോണിംഗ് നടത്തിയാൽ ജനറ്റിക് സ്റ്റഡീസിന് നമുക്കത് ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് DNA പ്രൊഫൈലിംഗ് ഒക്കെ. അപ്പോൾ DNA പ്രൊഫൈലിങ്ങിനോ അല്ലെങ്കിൽ മറ്റെന്ത് ജനറ്റിക് സ്റ്റഡീസ് ആയിക്കോട്ടെ, ജീനിനെ കുറിച്ചുള്ള എന്ത് സ്റ്റഡീസ് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനൊക്കെ നമുക്ക് PCR ഉപയോഗിക്കാം. ഈ കൊറോണ ഇൻഫെക്ഷൻ സമയത്ത് നിങ്ങൾ കുറെ കേട്ടതാണ് PCR അല്ലേ? എന്താണ് PCR? അവിടെ നമ്മൾ എന്തിനാണ് അത് ഉപയോഗിച്ചത്? ആ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ അതുണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ PCR ഉപയോഗിച്ചത് അല്ലേ? അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ട്, വളരെ ചെറിയ അളവിൽ പോലും വൈറസ് നമ്മുടെ ബോഡിയിൽ കടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഒന്ന് ആംപ്ലിഫൈ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കത് പറയാനായിട്ട് പറ്റും whether the person is infected or not അല്ലേ? അതാണ്. പിന്നെ ഇവിടെ എന്താ പറഞ്ഞത്? polymerase chain reaction. അപ്പോൾ ഇവിടെ ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് PCR. നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമുക്കൊന്ന് ആംപ്ലിഫൈ ചെയ്തെടുക്കാം PCR വഴി അല്ലേ? എന്നിട്ട് നമുക്ക് ഫർദർ ക്ലോണിംഗ് നടത്താം ഹോസ്റ്റ് സെല്ലിൽ. അപ്പോൾ നമുക്ക് polymerase chain reaction നോക്കാം. PCR is one of the most commonly used method in modern molecular biology. The technique was developed by ഏത് സയന്റിസ്റ്റ് ആണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തത്? കാരി മുള്ളിസ് in 1984. അതിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ചെറിയ കാര്യമൊന്നുമല്ല അല്ലേ ഈ ടെക്നിക്ക്. ആൻഡ് ഇറ്റ് ഈസ് വാട്ട്? സെൽ ഫ്രീ ജീൻ ക്ലോണിംഗ്. സെൽ ഉപയോഗിക്കാതെയുള്ള ജീൻ ക്ലോണിംഗ് ആണ്. ദാറ്റ് മീൻസ് ഇൻ വിട്രോ അണ്ടർ ലബോറട്ടറി കണ്ടീഷൻ. ഓക്കെ, ആൻഡ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദ ജീൻ ഓർ DNA of interest is synthesized in vitro using 2 sets of primers and the enzyme DNA polymerase. DNA replication പഠിച്ചവർക്ക് അറിയാം പ്രൈമർ എന്താണ്, DNA polymerase എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻസ് എന്താണ്. പ്രൈമർ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആണ് അല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? പുതിയ സ്ട്രാൻഡിന്റെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട്, പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആണ് പ്രൈമർ. ഇനി അതിലേക്ക് DNTPs ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യുന്ന എൻസൈമാണ് ആര്? DNA polymerase. അതായത് പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്ന എൻസൈമാണ് DNA polymerase അല്ലേ? പ്രൈമറിന് ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒളിഗോന്യൂക്ലിയോടൈഡ്സ്. ഒരു സിംഗിൾ സ്ട്രാൻഡ് സ്ട്രെച്ച് ആണ് പ്രൈമർ എന്ന് പറഞ്ഞാൽ. ഒറ്റ ഒരു സ്ട്രാൻഡ് ആണ് അതിലുള്ളൂ പ്രൈമറിൽ, RNA പോലെ. പക്ഷെ ന്യൂക്ലിയോടൈഡ്സിന്റെ നമ്പർ വളരെ കുറവായിരിക്കും അല്ലേ? ഫ്യൂ ന്യൂക്ലിയോടൈഡ്സ്. ഒളിഗോ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ന്യൂക്ലിയോടൈഡ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഇത് ആരോട് കോംപ്ലിമെന്ററി ആയിരിക്കും? DNA റീജിയനോട് കോംപ്ലിമെന്ററി ആയിരിക്കും ഈ പ്രൈമർ. മനസ്സിലായോ? ഓക്കെ, ദാറ്റ് ആർ കോംപ്ലിമെന്ററി ടു ദ റീജിയൻസ് ഓഫ് DNA. ഇത് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട, DNA റെപ്ലിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇനി നമുക്ക് PCR-ന്റെ സ്റ്റെപ്സ് നോക്കാം. അതിനു മുമ്പേ പറയട്ടെ, ഈ PCR എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾ ടുഗദർ ടെമ്പറേച്ചർ ബേസ്ഡ്. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്ന ഒരു ടെമ്പറേച്ചർ കൂട്ടിയും കുറച്ചും ഒക്കെ നടത്തുന്ന ഒരു ടെക്നിക്കാണ് PCR. ഇതിൽ 3 സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഡീനാച്ചുറേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡബിൾ സ്റ്റാൻഡേർഡ് DNA കാണാം. ഡബിൾ സ്റ്റാൻഡേർഡ് DNA അതിലെ ഒരു സെഗ്മെന്റ് മാത്രം മതി, ഒരു ജീൻ മാത്രം മതി നമുക്ക്. ഈ റീജിയൻ ഇതാണ് ഒരു പ്രോഡക്റ്റിനെ കോഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. നമുക്ക് വേണ്ട പ്രോഡക്റ്റിനെ കോഡ് ചെയ്യുന്ന റീജിയൻ ഇത് മാത്രം നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടിയാൽ മതി. സോ ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിൽ ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ഈ പോർഷൻ, ദിസ് ഇസ് എ റീജിയൻ ടു ബി ആംപ്ലിഫൈഡ്. ഇതാണ് ജീൻ സെഗ്മെന്റ്. അത് മാത്രം നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടിയാൽ മതി. സോ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുകയാണ്. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് കൊടുക്കുന്നത്? 95 ഡിഗ്രി സെൽഷ്യസ്. എന്തിനാണ് ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ 95 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ 2 സ്ട്രാൻഡ്സിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കിട്ടണം. DNA റെപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ ഓർക്കുന്നില്ലേ? ആദ്യം DNAയുടെ 2 സ്ട്രാൻഡ്സും അൺവൈൻഡ് ചെയ്യണം അല്ലേ? സെപ്പറേറ്റഡ് ആകണം. എങ്ങനെയാണ് സെപ്പറേറ്റഡ് ആകുന്നത്? അതിനിടയ്ക്കുള്ള ഹൈഡ്രജൻ ബോൺസ് ബ്രേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഹൈഡ്രജൻ ബോൺസിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹീറ്റ് കൊടുക്കുന്നത്. നിങ്ങൾ പഠിച്ചതാണ്, ഒരുപാട് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ DNAയുടെ 2 സ്ട്രാൻഡ്സും അൺവൈൻഡ് ആകും അല്ലേ? അത് ബ്രേക്ക് ചെയ്യും. പഠിച്ചിട്ടുള്ളതല്ലേ? ഓക്കെ, അപ്പോൾ ഡീനാച്ചുറേഷൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ DNAയുടെ 2 സ്ട്രാൻഡ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് അന്നീലിംഗ്. അന്നീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പ്രൈമേഴ്സിനെ കൊണ്ട് DNA സ്ട്രാൻഡിനോട് ചേർത്ത് വെക്കുകയാണ്. അന്നീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്.
പ്രൈമേഴ്സിനെ 2 സെറ്റ്സ് ഓഫ് പ്രൈമേഴ്സ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രൈമേഴ്സിന് നമ്മൾ DNA സ്ട്രാൻഡ്സിലോട്ട് ചേർത്ത് വയ്ക്കും. ഇതാ നോക്കിക്കോ, ഇവിടെ DNAയുടെ 2 സ്ട്രാൻഡ്സും സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. ഒരു സ്ട്രാൻഡ് 5' to 3' ഡയറക്ഷൻ, അടുത്തത് 3' 5' ഡയറക്ഷൻ. മുകളിലത്തെ സ്ട്രാൻഡിലൂടെ നമ്മളൊരു പ്രൈമർ ചേർത്ത് വെച്ചു, അനീൽ ചെയ്തു. ആൻഡ് റിമെമ്പർ ദാറ്റ് ഈ പ്രൈമറിലും 5' എൻഡും 3' എൻഡും ഉണ്ട് അല്ലേ, 5' 3' എൻസ് ഉണ്ട്. ആൻഡ് പ്രൈമറിന്റെ 3' റീജിയനിലോട്ടാണ് നമ്മൾ DNTPസിനെ, പുതിയ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യുന്നത്. ഓൾവേസ് DNA റെപ്ലിക്കേഷൻ പഠിച്ചവർക്കറിയാം, പ്രൈമറിന്റെ 3' എൻഡിലോട്ടാണ്, അതാ 3' എൻഡിലോട്ടാണ് പുതിയ ന്യൂക്ലിയോടൈഡ്സ് ആഡഡ് ആകുന്നത്. അങ്ങനെ പുതിയ സ്ട്രാൻഡ് സിന്തസൈസ്ഡ് ആകുന്നു. താഴത്തെ കേസിലും പ്രൈമറിന്റെ 3' എൻഡിലോട്ട് ഇവിടെ ഈ സ്ട്രാൻഡിനോട് ചേർത്ത് ഒരു പ്രൈമർ വെച്ചിട്ടുണ്ട്. അതിന്റെ 3' എൻഡിലോട്ട് പുതിയ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യുകയും സ്ട്രാൻഡിന്റെ സിന്തസിസ് നടക്കുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ DNAയുടെ 2 സ്ട്രാൻഡ്സ്, അത് രണ്ടും ടെംപ്ലേറ്റ് ആയിട്ട് നിൽക്കുന്നു. എന്നിട്ട് അതിലേക്ക് പുതിയ സ്ട്രാൻഡ്സ് സിന്തസൈസ്ഡ് ആകും. സെയിം ലൈക്ക് DNA റെപ്ലിക്കേഷൻ അല്ലേ? ഓക്കെ, പ്രൈമേഴ്സ് ഇവിടെ ലേബൽ ചെയ്തിട്ടുണ്ട് അന്നീലിംഗ് എന്നുള്ള സ്റ്റെപ്പിൽ. ഇനി അന്നീലിംഗിൽ നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നു. എത്ര ഡിഗ്രി സെൽഷ്യസിലോട്ടാണ് ടെമ്പറേച്ചർ പോകുന്നത്? 56 ഡിഗ്രി സെൽഷ്യസ്. 56 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ ഒന്ന് കുറച്ച് കൊടുത്തു പ്രൈമർ അന്നീലിംഗിന് വേണ്ടിയിട്ട്. അപ്പോൾ പ്രൈമറിനെ ആഡ് ചെയ്താൽ പിന്നെ എന്താണ് നടക്കുക? പ്രൈമറിന്റെ എക്സ്റ്റൻഷൻ ആണ് അടുത്ത സ്റ്റെപ്പ് അല്ലേ? ദാറ്റ് ഈസ് എ തേർഡ് സ്റ്റെപ്പ്, പ്രൈമർ എക്സ്റ്റൻഷൻ. പ്രൈമർ എക്സ്റ്റൻഷൻ എങ്ങനെയാണ് നടക്കുക? ഞാൻ ഓൾറെഡി പറഞ്ഞു, DNTPസിനെ ആഡ് ചെയ്തിട്ടാണ്, പുതിയ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്തുകൊണ്ടാണ് പ്രൈമറിന്റെ എക്സ്റ്റൻഷൻ നടക്കുക. പ്രൈമറിന്റെ എക്സ്റ്റൻഷൻ നടക്കുമ്പോഴാണ് പുതിയൊരു സ്ട്രാൻഡ് സിന്തസൈസ്ഡ് ആകുന്നത്. ഓക്കെ, അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എൻസൈം വേണം അല്ലേ? ആ പ്രൈമർ എക്സ്റ്റൻഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു എൻസൈം വേണം. അത് ആരാണ്? DNA പോളിമറൈസ് ആണ്. ഇവിടെ നമുക്ക് ഒറിജിനൽ DNA പോളിമറൈസ് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് ഒറിജിനൽ DNA പോളിമറൈസ് ഈസ് നോട്ട് സ്റ്റേബിൾ അണ്ടർ ഹൈ ടെമ്പറേച്ചേഴ്സ്. ഈ ടെമ്പറേച്ചറിൽ ഒറിജിനൽ DNA പോളിമറൈസ് അതിൻ്റെ വർക്ക് ചെയ്യത്തില്ല, അത് ഡിസ്ട്രക്റ്റഡ് ആയി പോകും. അത് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. ഒറിജിനൽ DNA പോളിമറൈസ് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. ഈ ഒരു ടെമ്പറേച്ചറിൽ DNA പോളിമറൈസ് വർക്ക് ചെയ്യത്തില്ല. സോ നമുക്ക് DNA പോളിമറൈസ് ആക്ടിവിറ്റി ഉള്ള മറ്റൊരു എൻസൈം ഉപയോഗിക്കണം. DNA പോളിമറൈസ് ആക്ടിവിറ്റി കാണിക്കുന്ന മറ്റൊരു എൻസൈം, ബട്ട് ഇറ്റ് ഷുഡ് വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ ഓൾസോ. അതാണ് ടാഗ് പോളിമറൈസ്. ടാഗ് പോളിമറൈസ് ഇറ്റ് ഈസ് തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ്. തെർമോസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള, ടെമ്പറേച്ചറിനോട് സ്റ്റേബിൾ ആയിട്ടുള്ള DNA പോളിമറൈസ് ആണ്. which we isolated from bacterium Thermus aquaticus. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലേ 11th ക്ലാസ്സിൽ. Thermus aquaticus ബാക്ടീരിയ ഹൈ ടെമ്പറേച്ചർ റീജിയനിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ആണല്ലേ, അത് ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന എൻസൈം ആയതുകൊണ്ട് ദാറ്റ് എൻസൈം ഓൾസോ വിൽ ബി ഹീറ്റ് സ്റ്റേബിൾ, ടെമ്പറേച്ചർ സ്റ്റേബിൾ ആയിരിക്കും, ടെമ്പറേച്ചറിനോട് റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഏത് എൻസൈം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ പ്രൈമർ എക്സ്റ്റൻഷൻ DNA പോളിമറൈസ് ആക്ടിവിറ്റി ഉള്ള ടാഗ് പോളിമറൈസ്? എന്തുകൊണ്ടാണ് നമ്മൾ ഒറിജിനൽ DNA പോളിമറൈസ് യൂസ് ചെയ്യാത്തത്? അത് ഹീറ്റ് സെൻസിറ്റീവ് ആണല്ലേ, ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. സോ നോർമൽ DNA പോളിമറൈസ് വിൽ ഡീനേച്ചർ അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ്. അത് അതിൻ്റെ വർക്ക് ചെയ്യത്തില്ല, അത് ഡിസ്ട്രക്റ്റഡ് ആയി പോകും. ആര്? നോർമൽ DNA പോളിമറൈസ്. ടാഗ് പോളിമറൈസ് ആണെങ്കിലോ ഇറ്റ് ക്യാൻ ടോളറേറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ ടാഗ് പോളിമറൈസ് ഇവിടെ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ പ്രൈമർ എക്സ്റ്റൻഷൻ നടത്തുന്ന ആരാണ്? ടാഗ് പോളിമറൈസ് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് DNA പോളിമറൈസ് ആക്ടിവിറ്റി ഉള്ള ടാഗ് പോളിമറൈസ്. ഒറിജിനൽ DNA പോളിമറൈസ് അല്ല നമ്മളിവിടെ ഉപയോഗിക്കുക. ഈ ലേബൽ ചെയ്തേക്കുന്ന വായിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആകരുത്. DNA പോളിമറൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഒറിജിനൽ DNA പോളിമറൈസ് അല്ല. ആരാണ്? DNA പോളിമറൈസ് ആക്ടിവിറ്റി ഉള്ള ടാഗ് പോളിമറൈസ് പ്ലസ് ഡിയോക്സി ന്യൂക്ലിയോടൈഡ്സ് DNTPs. ടാഗ് പോളിമറൈസ് പ്ലസ് DNTPs എന്ത് ചെയ്യും? പ്രൈമറിന്റെ എക്സ്റ്റൻഷൻ നടത്തും. സോ ഈ എക്സ്റ്റൻഷൻ സ്റ്റെപ്പിൽ നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി കൊടുക്കുന്നു. എത്ര ഡിഗ്രി സെൽഷ്യസിലോട്ടാണ്? 72 ഡിഗ്രി സെൽഷ്യസിലേക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു PCR ഇറ്റ്സെൽഫ് ഈസ് ടെമ്പറേച്ചർ ബേസ്ഡ് അല്ലേ. ഫസ്റ്റ് 95 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൊടുക്കുന്നു, പിന്നെ അതൊന്ന് കുറയ്ക്കുന്നു 56 ഡിഗ്രി സെൽഷ്യസിലോട്ട് അല്ലേ, കുറയ്ക്കുന്നു, പിന്നെ അത് കൂട്ടുന്നു 72 ഡിഗ്രി സെൽഷ്യസിലോട്ട്. അങ്ങനെ പ്രൈമറിന്റെ എക്സ്റ്റൻഷൻ നടക്കുകയും ദാ കണ്ടോ 2 ഡോട്ടഡ് DNA മോളിക്യൂൾസ് നിങ്ങൾക്ക് കാണാം, പുതുതായിട്ട് ഫോം ചെയ്ത 2 ഡോട്ടഡ് DNA മോളിക്യൂൾസ്. ഇത് ഒറ്റ സ്റ്റെപ്പിൽ ഒരു സൈക്കിൾ കഴിയുമ്പോൾ. ഇതുപോലെ 30 സൈക്കിൾസ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഈ റീജിയൻസ് ആംപ്ലിഫൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഇതുപോലെ 30 സൈക്കിൾസ് കഴിയുമ്പോൾ എത്ര തവണയാണ് നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടാൻ പോകുന്നത്? 1 ബില്യൺ ടൈംസ് നമുക്ക് ഈ ഒരു സെഗ്മെന്റ് തന്നെ ആംപ്ലിഫൈ ചെയ്ത് കിട്ടും. അത്രയും കോപ്പീസ് നമുക്ക് കിട്ടും. എത്ര സൈക്കിൾസ് കഴിയുമ്പോൾ? 30 സൈക്കിൾസ് കഴിയുമ്പോൾ. അപ്പോൾ PCR-ന്റെ 3 സ്റ്റെപ്സ്: ഡീനാച്ചുറേഷൻ,
അന്നീലിംഗ് എക്സ്റ്റൻഷൻ. ഡീനാച്ചുറേഷൻ 95 ഡിഗ്രി സെൽഷ്യസ് തന്നെ ഓർത്ത് വയ്ക്കുക. ഡിഎൻഎയുടെ 2 സ്ട്രാൻഡ്സും സെപ്പറേറ്റഡ് ആയി. സെക്കൻഡ് സ്റ്റെപ്പ് അന്നീലിംഗ്. 2 സെറ്റ്സ് ഓഫ് പ്രൈമേഴ്സ് യൂസ് ചെയ്തു. പ്രൈമേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത DNA സ്ട്രാൻഡ്സ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്സിനോട് ചേർത്ത് വെച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പ് പ്രൈമറിന്റെ എക്സ്റ്റൻഷൻ ആണ് അല്ലെ. 2 സൈഡിലും നമ്മൾ വെച്ച പ്രൈമേഴ്സിന്റെ എക്സ്റ്റൻഷൻ ആണ് നടക്കുക. എക്സ്റ്റൻഷൻ നടത്തണമെങ്കിൽ നമുക്ക് DNA പോളിമറേസ് എൻസൈം വേണം, പ്ലസ് DNTPസും വേണം. നമ്മുടെ ഒറിജിനൽ DNA പോളിമറേസ് എൻസൈം ഹൈ ടെമ്പറേച്ചേഴ്സിൽ വർക്ക് ചെയ്തില്ല, ഡിസ്ട്രക്റ്റഡ് ആയി പോകും. സോ വി യൂസ് ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യുന്ന, ഹൈ ടെമ്പറേച്ചേഴ്സ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന എൻസൈമിനെ നമ്മൾ ഉപയോഗിക്കുന്നു. ദാറ്റ് ഈസ് ടാക് പോളിമറേസ്. ആൻഡ് DNA പോളിമറേസ് ആക്ടിവിറ്റി ഉണ്ട് അല്ലേ. ആൻഡ് ദാറ്റ് വിൽ എക്സ്റ്റെൻഡ് ദ പ്രൈമർ ബൈ ആഡിങ് DNTPs. ഓക്കെ, അപ്പോൾ 2 സൈഡിലുള്ള പ്രൈമേഴ്സിനെ അത് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി കൊടുത്തു അറൗണ്ട് 72 ഡിഗ്രി സെൽഷ്യസ് വരെ. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ആ DNA സെഗ്മെന്റ് ഓർ ജീൻ ആംപ്ലിഫൈ ചെയ്ത് കിട്ടും അല്ലേ. ഇനി ആംപ്ലിഫൈ ചെയ്തെടുത്ത ഫ്രാഗ്മെന്റ് നമുക്കിനി എന്ത് ചെയ്യാം, ഒരു വെക്ടറിലോട്ട് കൊണ്ട് ഒട്ടിച്ചിട്ട് ഫർദർ ക്ലോണിങ് നടത്താം. ഹോസ്റ്റ് സെല്ലിൽ കൊണ്ടുപോയി വീണ്ടും ക്ലോണിങ് നടത്തി അതിന്റെ എക്സ്പ്രഷൻ നടത്തി പ്രോഡക്റ്റ് ഐസൊലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ RDNA ടെക്നോളജിയുടെ 4 സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഐസൊലേഷൻ ഓഫ് DNA ഒന്നാമത്, രണ്ടാമത്തേത് ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, മൂന്നാമത്തേത് ഐസൊലേഷൻ ഓഫ് ദ ഡിസൈഡ് ഫ്രാഗ്മെന്റ്, നാലാമത്തേത് ഇൻസേർഷൻ ഓഫ് ദ ഫോറിൻ DNA ഇൻടു എ വെക്ടർ, അതായത് കൺസ്ട്രക്ഷൻ ഓഫ് റീകോമിനന്റ് DNA. അപ്പോൾ റീകോമിനന്റ് DNA ഫോം ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനെ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദാറ്റ് ഈസ് ദ 5th സ്റ്റെപ്പ്. എന്താണ്? ഇൻസേർഷൻ ഓഫ് റീകോമിനന്റ് DNA ഇൻടു ദ ഹോസ്റ്റ് സെൽ ഓർ ഓർഗാനിസം. ഓക്കെ, recipient cells after making them competent to receive take up DNA present in its surrounding. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയാണ് സെല്ലിനെ കോമ്പീറ്റന്റ് ആക്കുന്നത് ടു ടേക്ക് അപ്പ് ദ ഫോറിൻ DNA അല്ലേ. അപ്പോൾ ഹോസ്റ്റ് സെല്ലിനെ കോമ്പീറ്റന്റ് ആക്കി കഴിഞ്ഞാൽ അതിനകത്തേക്ക് റീകോംബിനന്റ് DNA കടന്നുകൊള്ളും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സെലക്ഷൻ നടത്തണം അല്ലേ. എന്ത് സെലക്ഷൻ ആണ് നടത്തേണ്ടത്? ഫസ്റ്റ് നമ്മൾ ട്രാൻസ്ഫോർമൻസിനെ സെലക്ട് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് റീകോംബിനൻസിനെ സെലക്ട് ചെയ്യണം. അതെങ്ങനെയാണ് നടത്തുക? മാർക്കർ ജീൻസിനെ ബേസ് ചെയ്തിട്ടാണ്, സെലക്ടബിൾ മാർക്കേഴ്സിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു പോയതാണ് കേട്ടോ. ഇനി 2 സ്റ്റെപ്സും കൂടെ ബാക്കിയുണ്ട്, ഹോസ്റ്റ് സെൽസിന്റെ കൾച്ചറിങ്ങും ആൻഡ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.